ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ശാലോമൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ തീർത്ഥയാത്ര തുടരുകയാണ്. അമ്മയോടൊപ്പം യേശുവിനെ തേടിയുള്ള നമ്മുടെ ഈ തീർത്ഥയാത്ര നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു. പരിശുദ്ധ മറിയം എന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. അമ്മയുടെ ഹൃദയതാളുകളിൽ എഴുതപ്പെട്ട വചനം അത് യേശുവായിരുന്നു. കാലത്തെ തന്നെ രണ്ടായി പകുത്തു മാറ്റിയ സംഭവമായിരുന്നല്ലോ യേശുവിൻ്റെ ജനനം. AD എന്നും BC എന്നും കാലത്തെ രണ്ടായി തിരിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ സാക്ഷ്യം ഇന്നും ലോകത്തിൽ നിലനിൽക്കുകയാണ്. യേശുവിൻ്റെ പിറവിയെ സംബന്ധിച്ച് മംഗളവാർത്തയുമായി വന്ന ദൈവദൂതൻ വിളിച്ചു, നന്മ നിറഞ്ഞവളെ എന്ന്. അതൊരു യുഗപ്പിറവിയുടെ ആരംഭവുമായിരുന്നു. അതിനുശേഷം മേരിയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. എന്നാൽ ചരിത്രത്തിലൂടെ നാം കാണുന്നുണ്ട്, മാലാഖ നന്മ നിറഞ്ഞവളെ എന്ന് വിളിച്ച ആ നസ്രസിലെ തിരഞ്ഞെടുക്കപ്പെട്ട മേരി കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്തിലൂടെ പരിശുദ്ധാത്മാ വിളിച്ച പരിശുദ്ധ കന്യാമറിയം ഇന്ന് പല സ്ഥലങ്ങളിലും പല രീതിയിലും അവഹേളിക്കപ്പെടുന്ന ഒരു പ്രതിഭാസവും നാം കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല എഴുത്തുകളും ശാലോമിലേക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മൾ ആ എഴുത്തുകളെയെല്ലാം എടുക്കുകയും പരിശോധിക്കുകയും അതിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എടുക്കുന്നത്. ഇത് ഒരാളുടെ മാത്രമായിരിക്കില്ല, പലരുടെയും ചോദ്യമാകാം. പക്ഷെ അതിനുള്ള ഉത്തരം നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മളെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇന്ന് നാം ചെയ്യുന്നത്. ഇതേ സംബന്ധിച്ച് എന്നെ സഹായിക്കുന്നത് ആശിഷും റിൻസും ഗിപ്റ്റിയും മിനിയുമാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു. ആ ചോദ്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവതരിപ്പിക്കാവുന്നതാണ്. ചെങ്ങന്നൂരിൽ നിന്നും മിസസ് എലിസബത്ത് ആൻ്റണിയുടെ ഒരു കത്തിൻ്റെ ഉള്ളടക്കമാണിത്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യാത്ത ചിലർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. അവരൊക്കെ പരമ്പരാഗതമായി പരിശുദ്ധ അമ്മയോട് വണക്കവും ഭക്തിയും ഉള്ളവരായിരുന്നു. എന്തുകൊണ്ടാണ് യേശു മേരിയെ കാനായിൽ വെച്ച് സ്ത്രീ എന്ന് വിളിച്ചത് എന്നാണ് അവർ ചോദിക്കുന്നത്. തൻ്റെ അമ്മ പരിശുദ്ധയായിരുന്നെങ്കിൽ അങ്ങനെ യേശു വിളിക്കുകയില്ലായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. എന്തുത്തരമാണ് അവർക്ക് നൽകേണ്ടത്? പരിശുദ്ധ അമ്മയുടെ മഹാത്മ്യത്തെപ്പറ്റി എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തും? സ്ത്രീ എന്ന ആദ്യമായി നാം വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ആദവും ഹവ്വായും പാപം ദൈവത്തിൽ നിന്നും അകന്നപ്പോൾ പാപം മൂലം ദൈവം പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നുണ്ട്. അത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം വാക്യം 15. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവം പാപത്തിനിടയാക്കിയ സർപ്പത്തെ ശപിച്ചുകൊണ്ട് പറയുന്ന ഇതാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ. പിന്നീട് നാം കാണുന്നത് കാനായിൽ വെച്ച് യേശുനാഥൻ അമ്മയോട് പറയുന്നുണ്ട്, സ്ത്രീ എനിക്കും നിനക്കും എന്ത്. മൂന്നാമതായി നാം കാണുന്നത് കാൽവരിയിൽ വെച്ച് അമ്മയെ നോക്കിക്കൊണ്ട് സ്ത്രീ ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നു. ഇതാണ് പലപ്പോഴും സഭയുടെ ആരംഭം മുതൽ വിമർശനത്തിനും ചർച്ചയ്ക്കും ഇടയാക്കിയ ഒരു വാക്ക്. എന്താണ് ഈ സ്ത്രീയുടെ അർത്ഥം? ഇതാണല്ലോ മിനു ഇപ്പോൾ വായിച്ച ആ എഴുത്തിൻ്റെ ഉള്ളടക്കവും ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു വാക്കുപയോഗിക്കുമ്പോൾ അത് ഒരു പ്രത്യേക അവസരത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട്. രക്ഷാകര രഹസ്യത്തിൻ്റെ നിഗൂഢമായ അർത്ഥം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഒരു തലത്തിലാണ് പഴയ നിയമത്തിലെ
ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ആ സ്ത്രീയെ എന്നുള്ള ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ സംബോധനയും അതുപോലെ തന്നെ ഇവിടെ കാനായിൽ വെച്ചും കാൽവരിയിൽ വെച്ചും യേശു വിളിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥവും നാം കാണേണ്ടത്. കഴിഞ്ഞ 11ാമത്തെ എപ്പിസോഡിൽ കാനായിലെ കല്യാണ വിരുന്നിനെ പറ്റി നാം ചർച്ച ചെയ്തപ്പോൾ ഈ കാര്യം നാം സംസാരിച്ചതാണ്. എങ്കിലും ഒന്നും കൂടി അതിൻ്റെ അർത്ഥത്തിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കും. സ്ത്രീ എന്ന വാക്ക് സുവിശേഷത്തിൽ കാണുന്നത് ഒറിജിനലായിട്ടുള്ള ഗ്രീക്ക് പദം ഗുണായി. കാനായിൽ വെച്ച് യേശു ചോദിക്കുന്നുണ്ടല്ലോ, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്? അത് പറയുന്ന ഇതാണ്, ഗുണായി ടി എം ഐ ഖായ് സോയ്. ഇന്ന് വരെ ബൈബിൾ പണ്ഡിതന്മാർ വിവർത്തനം ചെയ്യാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു സെൻറ്റൻസാണിത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇന്നും പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ല. സ്ത്രീ എന്ന ആ ഹീബ്രു പദം, അതിൻ്റെ അർത്ഥം അവിടെ സാധാരണ നമ്മൾ വിളിക്കുന്ന, മലയാളത്തിൽ വിളിക്കുന്ന ഒരു സ്ത്രീ എന്നല്ല. അമ്മ എന്നർത്ഥമുണ്ട്, സഹോദരി എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ രാജ്ഞി എന്നർത്ഥമുണ്ട്. ഓരോ ഭാഷയ്ക്കും ഭാഷയുടേതായ പ്രത്യേകതകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളത്തിൽ സ്ത്രീ എന്നത് ഒരു പദമേ ഉള്ളൂ. ഹിന്ദി ബൈബിളിൽ നാം ഇത് വായിക്കുന്നത് ഭദ്രേ ഇസസെ ക്യോം ഓർ ആപ്കോ ക്യാ. ഭദ്രേ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഹിന്ദിയിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കുന്നത് ഔരത്ത് എന്നതാണ്. ഭദ്രേ എന്നതിൻ്റെ അർത്ഥം ഹിന്ദി മലയാളം ഡിക്ഷണറി നോക്കിയാൽ കാണാൻ പറ്റും. സ്ത്രീ, ആകാശഗംഗ, സുഭദ്ര, വലിയ അർത്ഥമാണ് കൊടുക്കുന്നത്. ഇവിടെ യേശു മേരിയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ കാണണം. കാനായിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആ കല്യാണ വിരുന്നിൻ്റെ സമയം. അമ്മയത് മനസ്സിലാക്കി ഓടി തൻ്റെ പുത്രൻ്റെ അടുത്ത് വരുന്നു. പുത്രനോട് അവരുടെ ആവശ്യം അമ്മ പറയുന്നു. അപ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം, സാധാരണഗതിയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സംശയമുണ്ടാകാം, എന്തുകൊണ്ട് സ്വന്തം അമ്മയെ ആ നിമിഷത്തിൽ സ്ത്രീ എന്ന് വിളിക്കുന്നു? ഇതേപ്പറ്റി പറയുന്നത് യേശു തൻ്റെ ഇതിന് ശേഷം യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, പരസ്യ ജീവിത ആരംഭമായിരുന്നു അവിടെയെന്ന്. ഒരുപക്ഷെ യേശു തന്നെ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കേണ്ട നിമിഷങ്ങളിൽ ഉണ്ടായി എന്നറിയത്തില്ലായിരുന്നു. അതിനെയാണ് അമ്മ ഒന്ന് ഓർപ്പിക്കുന്നത്, സമയമായി. ആകാത്ത സമയത്തെ യേശു പറയുന്നുണ്ടല്ലോ, സമയമായില്ല. ആകാത്ത സമയത്തെ അമ്മയെ അവിടെ വിളിച്ചു വരുത്തി സമയമാക്കുകയാണ്. ആ സമയത്ത് യേശു അമ്മയ്ക്കും ഒരു പുതിയ ദൗത്യം കൊടുക്കുന്നു. യേശുവിനെ ദൗത്യത്തിലേക്ക് അമ്മ കൈപിടിച്ച് നടത്തുമ്പോൾ യേശു മേരിയെയും ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നു എന്നതാണ് സഭയുടെ പാരമ്പര്യവും പഠനവും അനുഭവവും നമ്മെ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു? മറിയം യേശുവിനെ പരസ്യ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നു. യേശു മറിയത്തെ സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയോട് ഒരുങ്ങുവാൻ ആവശ്യപ്പെടുകയാണ്, ലോകത്തിൻ്റെ മുഴുവൻ സ്ത്രീയായി മാറുവാൻ, അമ്മയായി, സഹോദരിയായി, രക്ഷകയായി മാറുവാനായിട്ട്. അതാണ് ആദ്യത്തെ സ്ത്രീ എന്ന യേശുവിൻ്റെ പദത്തിൻ്റെ അർത്ഥം. കാരണം ദൈവം നാം കാണുന്നുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രധാന ദൗത്യത്തിനായി വിളിക്കുമ്പോൾ, പറഞ്ഞയക്കുമ്പോൾ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. ചില പേരിൽ തന്നെ ദൗത്യം അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്കറിയാം, യേശുവിൻ്റെ പേര് തന്നെ ദൈവം രക്ഷിക്കുന്നു, ദൈവം ഔദാര്യമുള്ളവനാണ്. ജോസഫ്, അതിൻ്റെ അർത്ഥം ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ്. എലിസബത്ത്, ദൈവകൃപ എന്നാണ് എലിസബത്തിൻ്റെ അർത്ഥം. അന്ന, ദൈവാനുഗ്രഹം. ഇപ്പോൾ ഇതുപോലെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നതോടുകൂടി അവർക്കൊരു ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം, യേശു തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ
പത്രോസിനെ വിളിച്ചൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം അധ്യായം 16, 17 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16 അധ്യായം വാക്യങ്ങൾ 17 മുതൽ 19 വരെ. യേശു അവനോട് അരുളിച്ചെയ്തു, യോനയുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരത്നങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നഗര കവാടങ്ങൾ അതിനെതിരെ പുറപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഇവിടെ നാം കാണുന്നത് ശിമിയോനോട് യേശു പറയുന്നത്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, പീറ്റർ, പേത്രൂസ്, പാറ, അതാണ് അതിൻ്റെ അർത്ഥം. നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അപ്പോൾ യേശു ശിമിയോനെ പത്രോസ് എന്ന് വിളിക്കുമ്പോൾ ആ പേരിൽ തന്നെ ഒരു ദൗത്യം അടങ്ങിയിരിക്കുകയാണ്. ഇത് തന്നെയാണ് സ്ത്രീ എന്ന് യേശു മേരിയെ വിളിക്കുമ്പോൾ ഒരു ദൗത്യമാണത്, ഒരു സംബോധന എന്നതിനേക്കാട്ടി കൂടുതൽ. ഈ ദൗത്യത്തിൻ്റെ അർത്ഥം നമ്മൾ കണ്ടെത്തുന്നത് കുരിശിൽ യേശു തൂങ്ങിക്കിടക്കുമ്പോൾ, പിടയുമ്പോൾ അവസാനത്തെ വാചകം എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് മുമ്പിലെ യേശു വിളിക്കുന്നുണ്ട്, സ്ത്രീ ഇതാ നിൻ്റെ മകൻ. അവിടെയാണ് അമ്മയ്ക്ക് നൽകിയ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം അവിടെ വരികയാണ്. യേശു അവിടെ മേരിയെ അത് ബഹുമാനമില്ലാതെയല്ല, മേരിക്ക് ഒരു വലിയ കിരീടം നൽകുകയാണ് സ്ത്രീ എന്ന പദത്തിലൂടെ. അതായത് ഈ നിമിഷം മുതൽ നീ ലോകത്തിൻ്റെ മുഴുവൻ സ്ത്രീ ആയിരിക്കും, ദ വുമൺ ഓഫ് ദ വേൾഡ്. അതാണ്. എന്നിട്ട് അതേസമയം യേശു താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇതാ നിൻ്റെ സ്ത്രീ എന്നല്ല. എങ്കിൽ ഇവർ പറയുന്ന ബഹുമാനമില്ലാത്ത വാക്കിനർത്ഥം വന്നേനെ. അതേസമയം താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്നത് ഇതാ നിൻ്റെ അമ്മ എന്നാണ്. അപ്പോൾ എനിക്ക് യേശു വ്യക്തിപരമായിട്ട് എനിക്കും നിങ്ങൾക്കും നൽകുന്നത് തൻ്റെ അമ്മയാണ്. അതേസമയം ഇതിനൊരു സാർവത്രികമായ അർത്ഥമാണ് സ്ത്രീ എന്ന പദത്തിന്. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുകയാണ് അമ്മ. അതുകൊണ്ടാണ് മേരിയെ വിളിക്കുന്നത് സ്വർഗരാജ്ഞിയെന്നും ദൈവമാതാവെന്നും തിരുസഭയുടെ അമ്മയെന്നും. വീണ്ടും നോക്കുക, നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിയ തന്നെ പറയുന്നത്, യേശുവിൻ്റെ ജന്മത്തെപ്പറ്റിയൊന്നും വിശദമായി പൗലോസ്ലിയ പറയുന്നില്ല. പക്ഷെ പറയുന്നൊരു വാചകമുണ്ട്, സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി. ഒരു സാർവത്രിക അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ മേരിയെ യേശു സ്ത്രീ എന്ന് വിളിച്ചെങ്കിൽ അതൊരു ദൗത്യമായിരുന്നു. സഭയെ നയിക്കുവാൻ, സഭാ മക്കൾക്ക് അമ്മയായിരിക്കുവാൻ, സഭയെ മുഴുവൻ സംരക്ഷിക്കുവാൻ ഒരു രാജ്ഞിയായിരിക്കുവാൻ. ഇതാണ് സ്ത്രീ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർ സാധാരണ ഹിന്ദിയിൽ ഔരത്ത് എന്നുള്ള ആ വാക്കെടുക്കുന്നു, മലയാളത്തിൽ സ്ത്രീ എന്ന വാക്കെടുക്കുന്നു. അതത്ര വലിയ ബഹുമാന പുരസ്സരമല്ലല്ലോ പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അർത്ഥവും സുവിശേഷത്തിൻ്റെ പശ്ചാത്തലവും മനസ്സിലാക്കുന്നവർക്ക് അത് അറിയുവാൻ സാധിക്കും. യേശു തൻ്റെ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, അമ്മയെ വിളിക്കാവുന്ന ഏറ്റവും വലിയ സംബോധന സ്ത്രീ എന്നാണ്. കാരണം അതൊരു വാക്ക് എന്നതിൽ കൂടുതൽ ഒരു ദൗത്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ജോസഫ് എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കമാണ് ഇപ്പോൾ വായിക്കുന്നത്. ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ചില സമൂഹങ്ങൾ ക്രിസ്തു ഏകരക്ഷകനാണ് എന്ന ദൈവവചനത്തെ എടുത്തുകൊണ്ട് ആ ഏകരക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെ തള്ളിപ്പറയുന്നതായി കേൾക്കുന്നുണ്ട്. തള്ളിപ്പറയുന്ന മാത്രമല്ല, ഏറ്റവും നിന്ദ്യമായ രീതിയിൽ മുട്ടത്തോടിനോട് സാദൃശ്യപ്പെടുത്തുന്നുമുണ്ട്. ഇവർക്കൊക്കെ എന്തു മറുപടിയാണ് ഉത്തരമായുള്ളത്? ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അച്ഛനൊന്ന് വിശദീകരിക്കാമോ? പലരും ചോദിക്കാറും പറയാറും ഉള്ളത് ഒരു കാര്യമാണ്. പല എഴുത്തുകളിലും ഈ ഒരു വാക്ക് കാണാൻ സാധിച്ചു, മേരി ഒരു മുട്ടത്തോടല്ലേ എന്ന്.
ആദ്യമായി നാം മനസ്സിലാക്കണം, മാതാവ്, എന്തുകൊണ്ട് നമ്മൾ മാതാവ് എന്ന് വിളിക്കുന്നു? യേശുവിൻ്റെ അമ്മയായതുകൊണ്ട്. അപ്പോൾ ഒരമ്മയെ മുട്ടത്തോട് എന്ന് വിളിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായൊരു വാക്കാണ് അമ്മയ്ക്ക് നേരെ ഒരു മകൻ, മകൾ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് ചിന്തിക്കാം, സ്വന്തം പെറ്റമ്മയെ ഒരിക്കലും ഒരു അമ്മയായി കണക്കാക്കാത്ത ഒരു വ്യക്തിക്ക്, സ്വന്തം പെറ്റമ്മയെ ഒരു മുട്ടത്തോടിനോട് സാദൃശ്യം കാണുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ അമ്മയെ ഒരു മുട്ടത്തോടായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു പ്രകൃതിയുടെ നിയമം തന്നെയാണ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കിടക്കാം. മേരി ആരായിരുന്നു? ആ മേരിയെ നാം കണ്ടെത്തുന്നത് സുവിശേഷത്തിലാണ്. ആദ്യമായി ലൂക്കായുടെ സുവിശേഷത്തിൽ മംഗളവാർത്തയുടെ സമയത്ത് അവിടെ മാലാഖ മേരിയോട് പറയുന്നത്, ആകയാൽ ജനിക്കാൻ പോകുന്ന പരിശുദ്ധൻ, ജനിക്കാൻ പോകുന്ന, ഒരിക്കലും ഒരു മുട്ടയിൽ നിന്നൊരു മുട്ടക്കുഞ്ഞ് വിരിയുമ്പോൾ ജനിക്കുന്നു എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ്, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മേരിയെ എലിസബത്ത് കണ്ടപ്പോൾ പറഞ്ഞത് കർത്താവിൻ്റെ അമ്മ എന്നാണ്. അതും സുവിശേഷം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിളിക്കുന്നതാണ് കർത്താവിൻ്റെ അമ്മ എന്നാണ്. ഒരു മുട്ടത്തോടനെ ഒരു മുട്ടക്കുഞ്ഞൊരിക്കലും അമ്മ എന്ന് വിളിക്കാറില്ല. വീണ്ടും നാം കാണുന്നുണ്ട്, യേശു തന്നെ തൻ്റെ അമ്മയെ എങ്ങനെ കാണുന്നു? കുരിശിൽ കിടന്നുകൊണ്ട് താൻ സ്നേഹിച്ച ശിഷ്യനെ നോക്കിക്കൊണ്ട് പറയുന്നത്, ഇതാ എൻ്റെ മുട്ടത്തോടെന്നല്ല, ഇതാ എൻ്റെ അമ്മ. യേശു വിളിക്കുന്നതാണ്. സുവിശേഷകർ 3 പേരും, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും, ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലും മാതാവിനെ പരാമർശിക്കുന്നത് യേശുവിൻ്റെ അമ്മ എന്നാണ്. അപ്പോൾ സുവിശേഷത്തിൽ വളരെ വ്യക്തമാണ് മേരി ആരാണ് എന്നുള്ളത്. അത് യേശുവിൻ്റെ അമ്മയാണ്. അങ്ങനെ യേശുവിൻ്റെ അമ്മയെ മറ്റൊരു വ്യക്തി മുട്ടത്തോടെന്നൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാകും. കാരണം വ്യക്തമായി സുവിശേഷത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും മേരിയെ കാണുന്നത് അമ്മയായിട്ടാണ്. നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ മേരിയും ശിഷ്യന്മാരും ഭക്തസ്ത്രീകളും എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മേരിയും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇത്ര വ്യക്തമാണ്. പിന്നെ എങ്ങനെ ഈ ഒരു ആശയം? അതിത്ര മാത്രമേ ഉള്ളൂ, വികലമായ അറിവിൻ്റെ വെളിച്ചത്തിൽ വികലമായ വിശ്വാസമാണ് അവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മുട്ടത്തോടെന്നുള്ള പദം കൂടെ ഉപയോഗിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അത് ദൈവദോഷമായിട്ട് മാറുകയാണ്. സുവിശേഷത്തിനെതിരായിട്ടുള്ളൊരു പഠനമാണ്. പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രകാശത്തിൽ നിന്നും അന്ധകാരത്തിലേക്കാണ് അവർ പ്രകാശിക്കുന്നത്. വീണ്ടും ആ എഴുത്തിലുണ്ട്, ഇവർക്കൊക്കെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇവരെ ആരെയും വിധിക്കുവാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് വിധി കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് നമ്മൾ ഇവരെ ആരെയും വിധിക്കുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ സത്യത്തിലേക്ക് തിരിഞ്ഞു വരാൻ. പിന്നെ നമുക്കൊക്കെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വചനം തരുന്നുണ്ട്. അതിതാണ് ഹെബ്രായക്കാർക്കുള്ള ലേഖനം അധ്യായം 6. ഒന്നെടുത്ത് വായിക്കാമോ? ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ അധ്യായം 6 4-ാം വാക്യം മുതൽ. അത് നമുക്കെല്ലാവർക്കും, ക്രൈസ്തവർക്ക് മുഴുവൻ ചിന്തയ്ക്കായിട്ട് നൽകുന്ന ദൈവവചനമാണ്. നമുക്കൊന്ന് കേൾക്കാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാരയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും
വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഞെരിഞ്ഞലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്. അതിന്മേൽ ശാപം ആസന്നവുമാണ്. ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യവുമുണ്ട്. ഇതിൽ പറയുന്നതാണ്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും. എന്താണ് ഈ സ്വർഗീയ സമ്മാനം? അത് യേശു കുരിശിൽ വെച്ച് നമുക്ക് നൽകിയതാണ് അമ്മ. ആ സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും നാം കാണുന്നുണ്ട്. പെന്തക്കോസ്ത് തിരുനാളിൽ അമ്മയോടൊപ്പം ശ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കാൻ സാധ്യമാണ്. അപ്പോൾ അത് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് നിരന്തരമായി പരിശുദ്ധ അമ്മയോട് തന്നെ മധ്യസ്ഥതയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ അമ്മയിലേക്ക് തിരിച്ചു വരുവാൻ യേശു നൽകിയ അമ്മയെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുവാൻ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം. സഭയുടെ പ്രമാണരേഖയിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ ആ ദിവ്യദൗത്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ദൈവവചനം മനുഷ്യനായി അവതരിക്കണമെന്ന് ദൈവപരിപാലന അനാദിയിൽ നിശ്ചയിച്ചപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവായി തിരഞ്ഞെടുത്തു. ദൈവപരിപാലനയുടെ ക്രമീകരണം വഴി അവൾ ലോകത്തിൽ ദിവ്യരക്ഷകൻ്റെ വത്സലമാതാവും അതുല്യമാവിധം ഉത്കൃഷ്ടമായ സഹപ്രവർത്തകയായും കർത്താവിൻ്റെ എളിയ ദാസിയായി സേവനമനുഷ്ഠിച്ചു. ആ പരിശുദ്ധ മറിയത്തെ നമ്മൾ അറിയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യം, സഭയുടെ പഠനത്തിൽ നിന്നുമാണ്. യഥാർത്ഥത്തിലുള്ള അർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാത്തവരാണ് വഴിതെറ്റിപ്പോകുന്നത്. അവരുടെ വിശ്വാസം മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നതും ആ വിശ്വാസത്തിലേക്ക് നല്ല വിശ്വാസികളെ കൊണ്ടുവരുവാൻ അവർ പരിശ്രമിക്കുന്നതും. നമുക്കതുകൊണ്ട് ആദ്യമായി നമുക്ക് തന്നെയും ദൈവവചനം എന്താണെന്ന് നന്നായി പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഭാഗ്യമായ ശക്തികളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും സാധിക്കും. അതിനുള്ള അനുഗ്രഹം ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി എന്നും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം എന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുവിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ കൃപയും ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും
പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹ